ഞാൻ ഇനി ഈ പൂജയ്ക്ക് ഇവിടെ നിൽക്കണമെങ്കിലേ മഹി ഇവിടെ വന്നിരിക്കണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള പൂജയാണിത്. അല്ലാതെ എന്റെ മാത്രം നന്മയ്ക്ക് വേണ്ടിയുള്ള പൂജയല്ല. മഹി വരട്ടെ, എന്നിട്ട് മതി ബാക്കി പൂജ. ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ. തിരുമേനി പറഞ്ഞതുപോലെ ചെയ്താ മതി. പൂജയ്ക്കിടയിൽ വിഘ്നങ്ങൾ പാടില്ല. മോള് ടെൻഷൻ ആവണ്ട. പൂജ നടക്കട്ടെ. മോള് സഹകരിക്കേ. കൃത്യസമയത്ത് മഹിയും പൂജയ്ക്ക് വന്നിരിക്കും. മഹി വന്നില്ലെങ്കിൽ അത് അപ്പോഴത്തെ കാര്യമല്ലേ. എന്ത്, എപ്പോ, എങ്ങനെ, എവിടെ, ഏത് രീതിയിൽ ചെയ്യണമെന്ന് ഈ രമാദേവിക്കറിയാം. നിനക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഈ പൂജയ്ക്ക് നീ ഇരിക്കണം. ഇപ്പൊ ഞാൻ ആന്റി അനുസരിക്കാം. പക്ഷെ ഈ പൂജയിൽ മഹി വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് തീരുമാനം എടുത്താലും ആന്റി എന്നെ തടയരുത്. ഇല്ല മോളെ, ഈ വിഷയത്തിലെന്നല്ല, ഏത് വിഷയത്തിലാണെങ്കിലും ഞാൻ നിന്നോടൊപ്പമാണ്. നീ എടുക്കുന്ന എന്ത് തീരുമാനത്തിലും ഈ ആന്റിയുടെ സപ്പോർട്ടുണ്ടാവും. പൂജ തുടർന്നോളൂ തിരുമേനി. കൊച്ചുകുട്ടിയല്ലേ, അവരുടെ വാശിയൊന്നും ദൈവം കാര്യമാക്കില്ല. തിരുമേനി, പൂജ നടക്കട്ടെ. വാ. വാ. കേറ്. അച്ഛാ, നീ എന്തു പണിയടയി കാണിച്ചേ? അച്ഛനല്ലേ ചിന്നുവിന്റെ കാര്യം തിരക്കി അവളെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിക്കണമെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടത്. എന്ന് വെച്ച് നീ ഫോൺ ഓഫാക്കി വെച്ചിട്ട് മാറി നിൽക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു. ദേ, നീ ഇപ്പൊ ചെയ്തത് ശരിക്കും ഒരു നെറികെട്ട പണിയല്ലേ? അച്ഛാ, എന്റെ ഒരു മാനസികാവസ്ഥ. നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചോണ്ട് ഞാനും ചന്ദ്രലേക്ക് എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? ഞങ്ങൾ ഇങ്ങനെ തീ തെറ്റിക്കേണ്ട കാര്യം എന്തായിരുന്നു നിനക്ക്? ചിന്നുവിനോട് ഇവിടെയുള്ള ആളുകൾ ചെയ്ത നെറുകെട്ടുകൾ ഓർക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. എടാ, ഞാൻ അവളെ സഹായിക്കാൻ നോക്കിയല്ലേ? നീയല്ലേ കത്തിന്റെ കാര്യം പറഞ്ഞ് എല്ലാം നശിപ്പിച്ചത്? അച്ഛനറിയാലോ, എനിക്ക് കള്ളം പറഞ്ഞ ശീലമില്ല. അതുകൊണ്ട് അറിയാതെ സത്യം പറഞ്ഞു പോയതാ. ഒരാള് സത്യസന്ധനാണെന്നും തെറ്റ് ചെയ്യാത്ത ആളാണെന്നും എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് എന്റെ മകനായി നിനക്കെന്തുകൊണ്ട് പറ്റുന്നില്ല? ചിന്നു തെറ്റുകാരിയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അച്ഛാ. ഈ തർക്കം ഒന്ന് നിർത്തുന്നുണ്ടോ? അവിടെ രമാമേടവും ദക്ഷയും മഹിയെ കാത്തു നിൽക്കാന്നുള്ള കാര്യം മറക്കണ്ട. മോൻ വാ, വേഗം കേറ്.